റംസാൻ്റെ അവസാനത്തെ 200 ഗ്രാം ചെറുപയർ അഥവാ ഒരു ഗ്ലാസ് ചെറുപയർ ഒന്ന് കഴുകി വൃത്തിയാക്കുക. ചെറിയ പീസ് സവാള, 4 പീസ് പച്ചമുളക്, ഒരു 2 പീസ് വെളുത്തുള്ളി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണ് മുളക് പൊടി. ഒന്ന് തിളച്ചതിന് ശേഷം അടച്ച് വെച്ച് ഉപയോഗിക്കുക. ഹാഫ് വേവ് കേട്ടോ, അധികം ഫുള്ള് വേണ്ട. അപ്പം നമ്മൾ ഈ പറയുന്ന കപ്പ, മരച്ചീനി, പൂള എന്നൊക്കെ പറഞ്ഞ സാധനം അതും ഇതേമാതിരി നല്ല തിളച്ചാൽ മതി. നന്നാക്കി തിളച്ചത് 5 മിനിറ്റ് വന്നാൽ മതി. അതിൽ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് എന്നിട്ട് ഊറ്റിയെടുക്കുക ബസ്. അപ്പോൾ ഹാഫ് വേവ് കപ്പയും ഹാഫ് വേവ് ആൻഡ് ചെറുപയറും. ഒരു 700 ഗ്രാം കപ്പൻ്റെ പാക്കറ്റ് കേട്ടോ, അതെവിടെ കിട്ടുള്ളൂ മതി. 200 ചെറുപയറും 700 കപ്പയും, അങ്ങനെ കണക്കൊന്നുമല്ല കേട്ടോ, അത് പറഞ്ഞെന്ന് മാത്രം. അപ്പോൾ ഇത് ഏതാണ്ട് ഒരു ഗ്ലാസ് ചൂടോട് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കുക. ഇതൊക്കെ പണ്ടത്തെ സാധനം മക്കളെ, ഇതൊന്നും മറന്നു പോകാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് തേങ്ങ, ഒരു അരമുറിൻ്റെ കാല് മതി. കുറച്ച് ഉപ്പ് മറക്കാതെ ഇടണം. ഉപ്പില്ലെങ്കിലൊക്കെ നോമ്പാകുമ്പോൾ എല്ലാവരും മറന്നു പോകും. അപ്പോൾ ഉപ്പ് ആദ്യം ഇടാൻ പറഞ്ഞില്ല, അത് മറക്കുന്നുകൊണ്ടിരിക്കുക. അങ്ങനെ ശീലമായി കഴിഞ്ഞാൽ മറക്കില്ല. അപ്പോൾ കുറച്ച് കറിവേപ്പില ഉടച്ചതിന് ശേഷം ഒന്ന് കുത്തി ഉടച്ചതിന് ശേഷം നമ്മൾ തേങ്ങ അരക്കുമ്പോൾ കുറച്ച് വെള്ളം കൂട്ടി അടക്കണം. ചെറുപയറും കപ്പയും ഒരേ മരുന്ന് നല്ല ടൈറ്റാണ് സാധനം. അപ്പോൾ ശരിക്കും ഒന്ന് മിക്സാക്കുക. അപ്പോൾ നമ്മളെ സാധനം ഒന്ന് ചെറുതായിട്ടൊന്ന് തുള്ളിക്കോട്ടെ, ഓവർ തിളക്കണ്ട, ചെറുതായിട്ടൊന്ന് ബസ്. ഓക്കെ. അപ്പോൾ ഇനിയാണ് മക്കളിൽ അവസാനത്തെ ഒരു സാധനം ചേർക്കേണ്ടത്. അത് ചേർക്കാണ്ട് നല്ല ടേസ്റ്റാണ്, വേറെ വിഷയം എല്ലാവർക്കും അറിയാം. കുറച്ച് മീൻ കറിയാണ് കഴിക്കുന്നത്. പക്ഷേ ചിക്കനോ മട്ടനോ ബീഫോ എന്തെങ്കിലും ഒരു നോൺ വെജ് ചെയ്യുന്ന അടിപൊളിയാണ് മക്കളെ. ഉണ്ടാക്കാൻ മറക്കണ്ട. പണ്ടത്തെ കാലം ഓർമ്മ വരും മക്കളെ.